വെള്ളാപ്പള്ളി നടേശൻ വടി കൊടുത്ത് അടി മേടിക്കുകയാണ്. പത്മഭൂഷൺ വാങ്ങിക്കായിരിക്കുന്ന ആളാണ് അടുത്ത ദിവസം. നാളെ പത്മഭൂഷൺ മേടിക്കാനിരിക്കുകയാണ്. അതിനിടയ്ക്ക് വെറുതെ കയറി മുതിർന്ന കോൺഗ്രസ് നേതാവ് VM സുധീരനെ കയറി ചൊറിയുകയാണ്. സുധീരൻ കട്ടപ്പുറത്തിരിക്കുന്ന വണ്ടിയാണെന്നും തുരുമ്പ് പിടിച്ച വണ്ടിയാണെന്നും 25 ഞാനാണ് തോപ്പിച്ചതെന്ന് 25 വർഷമായി കേരളത്തിൽ അയാൾ ഔട്ടായി പോയ ഒരു ആളാണെന്നും ഒക്കെ പറഞ്ഞ് അതെ. അപ്പോൾ അതാണ് അത്. വെള്ളാപ്പള്ളി നടേശന് വായി വരുന്നത് എന്തും പറയാം. കാരണം അദ്ദേഹം വലിയ പിന്നെ സാമുദായിക പരിഷ്കർത്താവായതുകൊണ്ട് വരും. പക്ഷേ VM സുധീരൻ രണ്ടും കൽപ്പിച്ചു തന്നെയാണ്. കാരണം അദ്ദേഹം ഒരു പരാതി ഓൾറെഡി ചീഫ് മിനിസ്റ്റർക്ക് കൊടുത്തിരുന്നു. ഒന്ന് മൈക്രോ ഫിനാൻസ് തട്ടിപ്പ് അന്വേഷിക്കണം എന്നുള്ളതാണ്. മറ്റൊന്ന് KK മഹേശന്റെ മരണം. കണിച്ചുകുളങ്ങര SNDP യൂണിയൻ സെക്രട്ടറി ആയിരുന്ന KK മഹേശനെ 2021 ജൂൺ 24 തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തുന്നത്. 2020 ഇപ്പോൾ 6 വർഷമായി. 6 വർഷമാണ്. ഇന്നിപ്പം 22 ജൂൺ 22, 23, 24. അതായത് മറ്റന്നാൾ അദ്ദേഹം മരിച്ചിട്ട് 6 വർഷമാകുക. അപ്പോൾ അതിനകത്തെ സത്യാവസ്ഥ പുറത്തു കൊണ്ടുവരണം എന്ന് പറഞ്ഞ് അദ്ദേഹം ഒരു കത്ത് VD സതീശന് നൽകിയിരുന്നു. മുഖ്യമന്ത്രിയായതിന് പിന്നാലെ VM സുധീരൻ ഒരു തിരുത്തൽ ശക്തിയായിട്ട് പ്രവർത്തിക്കുകയാണ് ഇപ്പോൾ നിലവിൽ. അങ്ങനെയാണല്ലോ. മദ്യനയം തിരുത്തണമെന്ന് ആവശ്യപ്പെട്ടാണ് അദ്ദേഹം ആദ്യം കത്തയച്ചത്. ശരിക്കും VM സുധീരൻ സർക്കാരിന് പുറത്തു നിൽക്കുന്നു. VM സുധീരൻ വീണ്ടും ഈ ലൈംലൈറ്റിലേക്ക് വരുന്ന ഈ മുഖ്യമന്ത്രി തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് ശക്തമായി രംഗത്തിറങ്ങി. അന്ന് എല്ലാ മുതിർന്ന കോൺഗ്രസ് നേതാക്കളെയും ഹൈക്കമാൻഡ് വിളിക്കുന്ന കൂട്ടത്തിൽ VM സുധീരനെ വിളിക്കുന്നു. ആ സമയത്താണ് വർഷങ്ങൾക്ക് ശേഷം VM സുധീരൻ്റെ പേര് വരുന്നത്. നമ്മുടെ അതുവരെ VM സുധീരൻ അത്യാവശ്യം കുറേ പ്രസ്താവനകളും ഫേസ്ബുക്ക് പോസ്റ്റുകളും ഒക്കെ ആയിട്ട് ഇങ്ങനെ മുന്നോട്ട് പൊക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇരുന്ന് VM സുധീരൻ ഈ KK മഹേശനെ ഇത് മരണത്തെക്കുറിച്ച് അന്വേഷിക്കണമെന്ന് പറഞ്ഞ് ഒരു പരാതി മുഖ്യമന്ത്രിക്ക് കൊടുക്കും. ഇന്നലെ ആലപ്പുഴയിൽ വെച്ച് പത്രപ്രവർത്തകർ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയോട് ചോദിച്ചപ്പോൾ ചെന്നിത്തല ഉരുണ്ട് കളിക്കുക. എന്താണ് കാരണം? പ്രതിസ്ഥാനത്ത് വെള്ളാപ്പള്ളി നടേശനാണ്. അപ്പോൾ ചെന്നിത്തല ഉരുണ്ട് കളിക്കുകയാണ്. ചെന്നിത്തല എന്തിനാണ് ചെന്നിത്തല ഉരുണ്ട് കളിക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇവർ പഴയ രാഷ്ട്രീയത്തിലെ പഴയ സ്കൂളുകാരാണ്. ഇവർ ഇപ്പോഴും കരുതിയിരിക്കുന്നത് ഇയാളെ പോണ സമുദായം ഒന്നാണ്. അത് മാത്രമല്ല, ഇവർ തമ്മിൽ എന്തെങ്കിലുമൊക്കെ അല്ലാത്ത ബന്ധങ്ങൾ ഉണ്ടാവാമായിരിക്കും. അതുകൊണ്ടായിരിക്കാം. അല്ല വേറെ എന്തെങ്കിലും വ്യക്തിപരമായ ബന്ധങ്ങൾ ഉണ്ടാവും. ഇപ്പോൾ തുഷാർ വെള്ളാപ്പള്ളിയുടെ അമ്മായിപ്പൻ്റെ വീട്ടിൽ രമേശ് ചെന്നിത്തല ചെന്നപ്പം തുഷാർ വെള്ളാപ്പള്ളി യാദൃച്ഛിക സന്ദർശനം നടത്തിയ ഒരു സമയമുണ്ട്. അപ്പോൾ എന്താണെങ്കിലും ശരി, അദ്ദേഹം ഒരു പരാതി കൊടുത്തു. ആ പരാതി എനിക്കല്ല മുഖ്യമന്ത്രിക്കാണെന്നും പറഞ്ഞ് ഇയാൾ ഒഴിഞ്ഞു മാറി. ചെന്നിത്തല കോപ്പി ടു ചെന്നിത്തലയാണ് വെച്ചിരുന്നത് എന്നാണ്. പക്ഷേ ഇന്ന് വീണ്ടും ഇന്നലത്തെ വെള്ളാപ്പള്ളിയുടെ ഡൽഹിയിലെ പെർഫോമൻസ് പത്മഭൂഷൺ കാശ് കൊടുത്ത് മേടിക്കുന്ന എൻ്റെ പട്ടിക്ക് വേണമെന്ന് പറഞ്ഞ ആളാണ്. പത്മഭൂഷൺ ബഹുമതിയെ തിരസ്കരിച്ച ഒരാളാണ്. ആ തിരസ്കരിച്ചെന്ന് മാത്രമല്ല, അതിനെ അപമാനിച്ച ഒരാളാണ്. എന്നിട്ട് അയാൾ അത് കയ്യിൽ നീട്ടി മേടിക്കാൻ സത്യം പറഞ്ഞാൽ അതൊരു നാണമാനമല്ല. നരേന്ദ്രമോദിയോട് ഇക്കാര്യത്തിൽ നമുക്കൊരു പ്രതിഷേധമുണ്ട്. കാരണം കേരളത്തിൽ യോഗ്യരായ വേറെ എത്രയോ പേരുണ്ട്. അതെ, സംസ്ഥാന സർക്കാർ ശുപാർശ ചെയ്യാത്ത ആളാണ്. കേരളത്തിലെ BJP അറിഞ്ഞിട്ടില്ല. പിന്നെ എങ്ങനെ ഇയാൾക്ക് കിട്ടി? അതിനെക്കുറിച്ചൊരു അന്വേഷണം വേണം. സത്യത്തിൽ ഇതെങ്ങനെ ഇയാൾക്ക് കിട്ടി? കേരളത്തിൽ സാധാരണ ഒരു കീഴ്വഴക്കം എന്താണ്? ഒന്നുകിൽ കേരളത്തിലെ BJP എത്ര കേസിൽ പ്രതിയാണ് ഈ പത്മ പ്രഖ്യാപിച്ചു. ഓക്കെ, പ്രഖ്യാപിച്ചതിന് പിന്നാലെ കേസുകളിൽ പ്രതിയാണ്, കുറ്റപത്രം സമർപ്പിക്കാൻ പോവാണ്. അപ്പോൾ ഇയാൾ ഇതിൻ്റെ പേര് കളിച്ചിട്ട് എന്ന് പറഞ്ഞാൽ എന്താ? എൻ്റെ രോമത്തെ ഒരുത്തനും തൊടത്തില്ല, ഒരു പുല്ലനും എന്നെ ഒന്നും ചെയ്യില്ല. ഒരു സമുദായ നേതാവ് വന്ന് നിന്ന് പ്രസംഗിക്കുകയാണ്, ഒരു പുല്ലനും എന്നെ ഒന്നും ചെയ്യില്ല രോമത്തെ. അതുപോലെ VM സുധീരൻ ആരാണ്? അയാൾ തുരുമ്പ് പിടിച്ച വണ്ടിയാണ്, അയാൾ കട്ടപ്പുറത്തിരിക്കുകയാണ്. ഓരോരുത്തർക്ക് ഓരോ സംസ്കാരമുണ്ട്. പഠിച്ചതേ പാടുള്ളൂ നമ്മൾ പറയില്ലേ, ആ സംസ്കാരത്തിൻ്റെ. എന്തായാലും സുധീരൻ ഇന്നിപ്പോൾ വീണ്ടും VD സതീശൻ്റെ ഒരു കത്ത് അയച്ചിട്ടുണ്ട്. ഈ ഒരു കത്ത് എന്ന് പറയുമ്പോൾ അത് ശരിക്കും സതീശനെ വളരെയധികം ബുദ്ധിമുട്ടിലാക്കും. തുടരെ അദ്ദേഹം കത്തയക്കും. ഒരു മുതിർന്ന കോൺഗ്രസ് വെറുതെ അല്ല കത്തയക്കുന്നത്, വെറുതെ പ്രസിഡന്റ്, മുൻ സ്പീക്കർ, മുൻ മന്ത്രിയാണ് അദ്ദേഹം. വെറുതെ അല്ല കത്തയക്കുന്നത്. അതായത് KK മഹേശന്റെ 22/6/2026, അതായത് ഇന്ന് SNDP യോഗം ജനറൽ സെക്രട്ടറി സ്ഥാനത്തിരിക്കുന്ന വെള്ളാപ്പള്ളി നടേശൻ്റെയും കൂട്ടരുടെയും മാനസിക പീഡനത്തിൻ്റെയും ഭീഷണിയും ഫലമായി ജീവൻ വെടിയേണ്ടി വന്ന SNDP യോഗം കണിച്ചുകുളങ്ങര യൂണിയൻ സെക്രട്ടറി കൂടിയായിരുന്ന KK മഹേശൻ്റെ ഭാര്യ ഉഷാദേവിയുടെ സങ്കട ഹർജി അടിയന്തര നടപടികൾക്കായി ഇതോടൊപ്പം. അതായത് ഉഷാദേവി അവർ ഒരു കത്ത്, ഒരു പരാതി ഇത് കൊടുത്തതാണ്. അത് ഇദ്ദേഹം ശുപാർശ ചെയ്ത് അയച്ചിരിക്കുകയാണ്. ഇത് ജോലിയോ പിൻവാതിൽ നിയമനമോ ഒന്നും അല്ല ചോദിക്കുന്നത്. അവരുടെ ഭർത്താവിനെ കൊന്ന് അല്ലെങ്കിൽ
ഇവരുടെ പീഡനം കാരണം ആത്മഹത്യ ചെയ്യേണ്ടി വന്നു. ഇത് സംബന്ധിച്ച് ഏറ്റവും ഒടുവിൽ 6/6/2020 ബഹുമുഖ്യമന്ത്രിക്ക് പരാതി നൽകിയെങ്കിലും കാര്യമായ നടപടികളൊന്നും ഉണ്ടായതായി കാണുന്നില്ല. വെള്ളാപ്പള്ളി പ്രീണനവുമായി മുന്നോട്ട് പോയ പിണറായി സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടായ നിഷ്ക്രിയമായ സമീപനം ഈ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകില്ലെന്ന ഉറച്ച വിശ്വാസത്തിലാണ് ഇപ്പോഴും മഹേശൻ്റെ കുടുംബം. ഇനിയെങ്കിലും ആ കുടുംബത്തിന് നീതി ലഭിക്കുന്നതിന് വേണ്ടി സത്യസന്ധരായ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥന്മാരെ ഒരു പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഒപ്പം അതിനൊപ്പം തന്നെ ഇവരുടെ ഉഷാദേവിയുടെ സങ്കട ഹർജിയിൽ എത്രയും വേഗത്തിൽ തന്നെ ഫലപ്രദമായ നടപടികൾ സ്വീകരിക്കണമെന്ന് ആത്മാർത്ഥതയോടെ സ്നേഹപൂർവ്വം VM സുധീരൻ. ഇത് കോപ്പി വെച്ചിരിക്കുന്നത് രമേശ് ചെന്നിത്തലയ്ക്കും ലിജുവിനുമാണ്, എക്സൈസ് മന്ത്രി. കാരണം ആലപ്പുഴ ജില്ലയിൽ നിന്നുള്ള 2 മന്ത്രിമാരാണ്. അതിനകത്ത് അവർ കൊടുത്തിരിക്കുന്ന കത്ത്, അതിനൊപ്പം ഉഷാദേവിയുടെ പരാതിയും വെച്ചിട്ടുണ്ട്. അതായത് എന്നിട്ട് ഈ അപ്പനും മകനും എന്ന് പറഞ്ഞാൽ വെള്ളാപ്പള്ളിയും തുഷാർ വെള്ളാപ്പള്ളിയും അതിരൂക്ഷമായിട്ട് ഈ പാവപ്പെട്ട മനുഷ്യനെ അധിക്ഷേപിച്ചുകൊണ്ടിരിക്കുകയാണ്. KK മകേശൻ മരിച്ച മനുഷ്യനെ നിരന്തരം മോശമായ ഭാഷയിൽ കള്ളനാണെന്നാണ് പറയുന്നത്. കള്ളൻ. ഇവരുടെ അത്രയും കള്ളന്മാർ ഈ ലോകത്ത് വേറെ ആരുമില്ല, ഈ 2 എണ്ണത്തിന്റെ, അല്ലേ? അപ്പൊ ഈ KK മകേശൻ കള്ളനാണെന്നാണ് പറയുന്നത്. എന്താണ് അയാൾ കട്ടത്? എന്താണ് മോഷ്ടിച്ചത്? അയാൾ എന്താണ് കൊണ്ടുപോയത്? ഈ വളരെ അതിവിശ്വസനായിരുന്ന മനുഷ്യനാണ് ഇയാൾ കൂടെ. അതെ, ഇയാളുടെ എല്ലാം നേടിയെടുത്തിട്ട് അവസാനം എന്ത് പറഞ്ഞു? മകേശനോട് അവസാനം ഇവര് പറയാണ്, താനിത് ഏറ്റോളൻ. എന്തിന്? അയാൾ അത് ആ അപമാനഭാരം സഹിക്കാൻ വയ്യാതെയാണ് ജീവൻ എടുക്കുക. ജീവൻ ഒടുക്കുന്നതിന് അദ്ദേഹത്തിന്റെ ഭാര്യ പറഞ്ഞാണ്, ജീവൻ ഒടുക്കുന്നതിന് മുമ്പ് ഒരു തവണ കൂടി ഇയാളെ പോയി കണ്ട് കാല് പിടിച്ചു. അവിടെ നിന്ന് ഇവര് മർദ്ദിച്ചിറക്കി വിട്ടു എന്നാണ് മർദ്ദിക്കുന്ന പുള്ളിയുടെ സ്ഥിര രീതിയാണെന്നാണ് മഹേശന്റെ ഭാര്യ പറയുന്നത്. മർദ്ദിച്ചിറക്കി വിട്ടു എന്നാണ് പറയുന്നത്. കാരണം എന്താണ്? വെള്ളാപ്പള്ളി മോഷ്ടിച്ചു, ആ മോഷണം ആരുടെ തലയിൽ വയ്ക്കുന്നു? മഹേശന്റെ തലയിൽ വയ്ക്കുന്നു. എന്നിട്ട് ഇയാൾക്കൊക്കെ വിളിച്ച് പത്മഭൂഷൺ കൊടുക്കുകയാണ്. എത്ര കൊലപാതകങ്ങൾ ഇയാളുടെ പേരിൽ തെളിഞ്ഞിട്ടില്ലെന്നല്ലേ ഉള്ളൂ. എത്ര പേര് ആരോപണ വിധേയനാണ്. അല്ല, മാത്രമല്ല അടിയന്തര ചെയ്യേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ശാസ്ത്രീയാനന്ദ സ്വാമിയുടെ മരണത്തെക്കുറിച്ച് കൂടെ അന്വേഷിക്കാം, പുനരന്വേഷണം നടത്താം എന്തെങ്കിലും. അല്ല, അതിന്റെ അധ്യായം അടഞ്ഞു. കാരണം പള്ളുരുത്തി പ്രിയൻ എന്ന് പറയുന്ന ഗുണ്ടാ നേതാവാണ് ശാശ്വതികാനന്ദയെ കൊല്ലാൻ വേണ്ടി ഇയാളുടെ കയ്യിൽ നിന്ന് കൊട്ടേഷൻ എടുത്തത്. ആ കൊട്ടേഷൻ എടുത്ത് ആ പള്ളുരുത്തി പ്രിയൻ കോവിഡ് വന്ന് മരിച്ചു. പള്ളുരുത്തി പ്രിയൻ പക്ഷേ ഈ വിവരം ഒരുപാട് പേരോട് പറഞ്ഞിട്ടുണ്ട്. അയാൾ എങ്ങനെയാണ് സ്വാമിയെ വകവരുത്തിയതെന്നും അതിൻ്റെ രീതികളും എല്ലാം. അതും ഈ പള്ളുരുത്തി പ്രിയൻ സ്വാമിയെ വകവരുത്തിയ ആ ഒരു രീതിയും പ്രവീൺ ഇതിനകത്ത് ഉണ്ടായിരുന്ന ആളായിരുന്നെന്നാണ് ഇയാൾ എല്ലാവരും പറഞ്ഞത്. ആ പ്രവീണിനെ കൊലപ്പെടുത്തിയ DYSP ഷാജി, അത് വെള്ളാപ്പള്ളിക്ക് വേണ്ടിയാണെന്നാണ് പറയുന്നത്. ജയിലിൽ കിടക്കുകയാണ് ഇപ്പോഴും. ഈ പ്രവീണിനെ കൊലപ്പെടുത്തിയത് അതിനു വേണ്ടിയാണ്, ഈ രഹസ്യം പുറത്ത് പറയാതിരിക്കാൻ വേണ്ടിയാണ് കൊലപ്പെടുത്തിയതെന്നാണ് പറയുന്നത്. അത് ആ കൃത്യമായി പള്ളുരുത്തി പ്രിയൻ പറഞ്ഞിട്ടുള്ള ആൾക്കാരുണ്ട്. അതിൽ 1-2 പേര് ഒരിക്കൽ എന്നോട് സംസാരിച്ചത്. പള്ളുരുത്തി പ്രിയൻ്റെ ഏറ്റവും അടുത്തൊരു സുഹൃത്ത് എൻ്റെ ഒരു സുഹൃത്താണ്. അയാൾ എന്നോട് പറഞ്ഞിട്ടുണ്ട് എന്താണ് നടന്നത്. അതൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ ഞെട്ടിപ്പോകുന്ന കഥകളാണ്. അതിനകത്ത് ഒരുപാട് അവിഹിത കഥകളൊക്കെ ഉണ്ട്, എല്ലാം ഉണ്ട്. എല്ലാം വരുന്ന ഒരു കഥയാണ്. അത് വലിയൊരു പാക്കേജാണ്. ആ ഒരു പാക്കേജ് അത് പുറത്ത് വന്നാണ്ടല്ലോ. പള്ളുരുത്തി പ്രിയൻ മരിച്ചു പോയതുകൊണ്ടാണ്. അല്ലാതെ ഒരുപക്ഷെ അയാൾ തന്നെ മാനസാന്തരപ്പെട്ട് ഇത് പറയുമായിരുന്നു. എങ്കിൽ ഈ അപ്പനും മോനും എല്ലാം കുടുങ്ങിയനും കുടുംബാംഗങ്ങൾ മുഴുവൻ കുടുങ്ങുന്ന ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങുമായിരുന്നു. എന്താണെങ്കിലും VD സതീശനായാലും രമേശ് ചെന്നിത്തലയായാലും KC വേണുഗോപാലായാലും VM സുധീരനെ പോലെ ഒരു മുതിർന്ന നേതാവ് ഇന്ന് വരെ ഒരു കളങ്കവും ഇല്ല, ഒരു കേസിലും പ്രതിയല്ല. എന്നാൽ വെള്ളാപ്പള്ളി നടേശൻ അങ്ങനെ അല്ല. VM സുധീരൻ്റെ വാക്കുകൾക്ക് വില കൽപ്പിക്കുക. കാരണം നമ്മുടെ സമൂഹം VM സുധീരൻ്റെ വാക്കുകളെ വളരെ വിലയോടെ തന്നെയാണ് കാണുന്നത്. വെള്ളാപ്പള്ളി പറയുന്നിടത്തല്ല കാര്യം, സുധീരൻ പറയുന്നിടത്ത് തന്നെയാണ് കാര്യമെന്ന് ജനങ്ങൾക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് ഇനിയും നീട്ടിക്കൊണ്ട് പോകാതെ അടിയന്തരമായി തന്നെ ഇക്കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാകും. ഇതിനകത്ത് സത്യസന്ധരായ ഉദ്യോഗസ്ഥരെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് SIT കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്ത് അതിവേഗം ഇത് അന്വേഷണം പൂർത്തിയാക്കി ഇയാളെ ജയിലിൽ അടയ്ക്കണം. കാരണം ഇയാൾ ഇപ്പോഴും വിചാരിച്ചിരിക്കുന്നത് ഇത്രയൊക്കെ പ്രായമായി, നമ്മളിനി അങ്ങ് ചത്ത് മണ്ണടിഞ്ഞു പോവും, അതിനിടയ്ക്ക് ഇവരെന്നെ എവിടെ ജയിലിൽ അടയ്ക്കാം? ഒരിക്കലും അല്ല. ചെയ്ത കുറ്റം അനുഭവിക്കാതെ പോകാൻ പാടില്ല, അതിനുള്ള ശിക്ഷ അനുഭവിക്കാതെ പോകാൻ പാടില്ല. അതാണ് വേണ്ടത്. അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, അതായത് വെള്ളാപ്പള്ളിയുടെ വാലാട്ടികളല്ലാത്ത ഉദ്യോഗസ്ഥരുണ്ട് കേരള പോലീസിൽ. IPSകാരും ഉണ്ട്, അതുപോലെ DYSPമാരുണ്ട്, SP-മാരുണ്ട്. വെള്ളാപ്പള്ളി ഇതേ സമുദായത്തിൽപ്പെടുന്ന ആൾക്കാരെ കൊണ്ട് തന്നെ അന്വേഷിപ്പിച്ചാൽ ഏറ്റവും നല്ലത്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഇതിനെക്കുറിച്ച് കൃത്യമായി അറിയാവുന്ന ഉദ്യോഗസ്ഥരെ എല്ലാം കേരള പോലീസിലെ കേരള രാഷ്ട്രീയത്തിലുള്ളവർക്കും അറിയാം ഇവിടെ എന്താണ് സംഭവിച്ചിട്ടുള്ളത്. പക്ഷെ അവരെല്ലാം ഇയാളെ തണലാക്കി നടക്കുക. അതിനനുസരിച്ച് അയാളുടെ അഹങ്കാരം വർദ്ധിക്കുന്നു. ഇയാൾ ഇന്നലെ ഏറ്റവും വൃത്തികെട്ട ഭാഷയിലാണ് ഇന്നലെ. ഒരിക്കലും ഒരു R ശങ്കറും C കേശവനും തൊട്ട് KK വിശ്വനാഥനും MK രാഘവനും ഒക്കെ പോലെയുള്ള വലിയ ഡോക്ടർ PS വേലായുധനും ഡോക്ടർ KK രാഹുലിനൊക്കെ ഇരുന്ന കസേര ഇരുന്നുകൊണ്ടാണ് ഈ വൃത്തിയുടെ ഭാഷയിൽ സംസാരിക്കുന്നത്. നമ്മൾ പ്രത്യേകം ഓർക്കുക.
എന്തായാലും ഈ ഇപ്പൊ രണ്ടാമത്തെ പരാതിയാണ് VM സുധീരന്റെ. ഈ സർക്കാരിൽ നിന്നാണ് അവർ നീതി പ്രതീക്ഷിക്കുന്നത്. അവരെ നിരാശരാക്കുക.